ബക്രീദ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം വരികയാണ്. ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു. ഈ രാജ്യം മറ്റൊന്നുമല്ല, മുസ്ലിം ജനസംഖ്യ നിറഞ്ഞ മൊറോക്കോയാണ്. അല്ല എന്റെ അമ്മച്ചേ, നിങ്ങൾക്ക് മാത്രം എവിടെന്നാണ് ഇങ്ങനത്തെ ന്യൂസ് കിട്ടുന്നത്? വേറെ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അല്ല അമ്മച്ചി ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് മൊറോക്കക്കാർക്ക് അറിയായിരിക്കില്ലേ? എന്നിട്ട് ഈദുൽ അദ്ഹയ്ക്ക് മുമ്പ് മൊറോക്കോയിലെ മൃഗവിപണികൾ മൊറോക്കൻ ഭരണകൂടം അടച്ചുപൂട്ടി. ഇതോടൊപ്പം ആടുൾപ്പെടെയുള്ള ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന് ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ മൊറോക്കോസ് എന്നല്ല പേര്, എന്തോ ഒരു പേര് വായിൽ നുഴയണില്ല. മൊറോക്കോസ് സാമ്പാറായിരിക്കും കഴിക്കല്ലേ? ആ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ കർമ്മ കമ്പനി വഴി അണ്ടിമുക്ക് ശാഖയിലെ സംഗിനി അമ്മച്ചി എത്തിച്ചു തരുമെന്ന് ഇതുവഴി അറിയിക്കുന്നു. ബാക്കി പറയാൻ പറ്റി. മൊറോക്കോ വേൾഡ് ന്യൂസിനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈദുൽ അദ്ഹയ്ക്ക് മുന്നോടിയായി പരമ്പരാഗത മൃഗബലി നിർത്തലാക്കാൻ രാജ്യഭരണകൂടമാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തള്ളുമ്പോ ഒരു മയത്തിൽ തള്ളണം കേട്ടോ. സംഭവമൊക്കെ ശരി തന്നെയാണ്. ബലിപ്പെരുന്നാളാണ് വരാൻ പോകുന്നത്. ചാനലിൽ അത്യാവശ്യം റീച്ച് ഉണ്ടാക്കണം. അതിന് അണ്ടിമുക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യയിൽ സൂപ്പിച്ചെടുക്കണം. അവന്മാര് സൂയിക്കുന്ന പോലെ ഒരു നല്ലൊരു ന്യൂസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് അമ്മച്ച് കണ്ടുപിടിച്ച സ്ഥലം, രാജ്യം എന്ന് പറയുന്നത് മൊറോക്കോ. മൊറോക്കിൽ മുസ്ലിങ്ങളെല്ലാം ബലി കഴിക്കൽ നിർത്തിയെന്നും പറഞ്ഞിട്ട് ഒരു ഫേക്ക് ന്യൂസ് അങ്ങ് അടിച്ച് തള്ളി അമ്മച്ചി. ഇത് കേട്ട കുണ്ടൻ സംഖ്യകള് മൊറോക്കയിലോ? മൊറോക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടോന്ന് പോലും സംഖ്യകൾക്ക് അറിയില്ല. ഇനി മൊറോക്ക എന്ന് പറയുമ്പോൾ അവിടെ ഈ സംഖ്യകൾ അന്വേഷിച്ചും പോകില്ല എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അമ്മച്ചിക്ക് അറിയുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ അമ്മച്ചിന്റെ കഴിവാണ്. പിന്നെ അമ്മച്ചി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ബലി കഴിക്കാൻ പറഞ്ഞത് ആരറിയോ? അള്ളാഹു ആണ്, അല്ലാതെ അണ്ടിമുക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകളല്ല. അതുകൊണ്ടേ ലോകത്തിന്റെ ഏത് കൂനിലും മൂലയിലും മുക്കിലും മൂലയ്ക്കും മുസ്ലിങ്ങൾ ഉണ്ടോ, അവര് ബലിപ്പെരുന്നാളിന് ബലി കഴിച്ചിരിക്കും. അതിന് എത്ര വലിയ രാജ്യമായാലും അവിടെ കഴിച്ചിരിക്കും. അതിന് ഈ അണ്ടിമുക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകളോ അല്ലെങ്കിൽ ഈ കർമ്മ ന്യൂസോ അല്ലെങ്കിൽ മലൻ ചാനലിലോ ഇരുന്ന് കരഞ്ഞിട്ടോ മോങ്ങിയിട്ടോ യാതൊരു കാര്യമില്ല, വെറുതെയാണ്. പറഞ്ഞത് അള്ളാഹു ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് ചെയ്തേ മതിയാവും. പിന്നെ നാളെ ബലിപ്പെരുന്നാളാണ്. പറ്റുകയാണെങ്കിൽ ഇതുവഴി വരികയാണെങ്കിൽ നല്ല ദമ്മിട്ട ബീഫ് ബിരിയാണി അടിച്ചിട്ട് പോവാം. ഇനി അത് പറ്റിയില്ലെങ്കിൽ ബീഫ് വരട്ടിയതും ഒലത്തിയതുമായിട്ടുള്ള നല്ല നെയ്ച്ചോറും കഴിച്ചിട്ട് പോവാം.